ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വിഷു പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എന്നാ വിഷു പടക്കം പൊട്ടിക്കലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ അമ്മ പടക്കം പൊട്ടിക്കാന്നും പറഞ്ഞിട്ട് അമ്മ നേരെ പോയി ഒരു പടക്കം എടുത്ത് കത്തിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ ചെന്നിട്ട് ഒരു പൂക്കുറ്റി എടുത്ത് ഞാനും അത് കത്തിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത കൂടെ നൂണൂൻ്റെയാണ്. നൂണു ഒരു കമ്പിത്തിരി കത്തിക്കാൻ പറഞ്ഞപ്പോൾ 2 കമ്പിത്തിരി എടുത്ത് കത്തിച്ച്. പിന്നെ നിലച്ചക്രവും അങ്ങനെ ഓരോന്നായും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും കൂടി ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് രാത്രിത്തെ അവസാനത്തെ പടക്കമാണ് കേട്ടോ. ആ ഒരു പടക്കം ഞാൻ എടുത്തുകൊണ്ട് പോയി ജനൽ കമ്പീൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങ് പൊട്ടിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് പോയി പൊട്ടിച്ചതാണ്. അങ്ങനെ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ഞങ്ങൾ ചെന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ചായക്ക് സേമിയ ഉപ്പുമാവും പിന്നെ പഴവും നെയ്യപ്പവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ നെയ്യപ്പാണ്, അതാണ് ഇത്രയ്ക്കും ബലം. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോരോ പണിക്ക് വേണ്ടി ഇങ്ങനെ നിന്നു. അച്ഛൻ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ തേങ്ങ ചെറുകയാണ് കേട്ടോ. അമ്മ പിന്നെ സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ അരിയാണ്. ഞാൻ സിമ്പിൾ പരിപാടിയായിട്ട് ക്യാബേജ് എടുത്തുകൊണ്ട് പോയി അരിഞ്ഞു കേട്ടോ. അരിയുന്നത് മൊത്തം പുറത്തേക്കാണ്. അങ്ങനെ ഏറ്റവും സിമ്പിൾ പരിപാടി നോക്കിയിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു പഴമൊക്കെ കൊണ്ടുതന്ന് അതും കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്ത് കുഞ്ഞോളും സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാം അരിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഉപ്പേരി ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിയലായിക്കൊണ്ടിരിക്കുന്നു. സാമ്പാറും പായസമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനും കൂടി ഒന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിലും അവസാനം ഒരു സദ്യേൻ്റെ ഒരു രൂപത്തിൽ തന്നെയായി. അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഓരോരോ സമയം വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഇലയിൽ പായസം കഴിക്കണം, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അച്ഛനാണ് ഇതിൻ്റെ മെയിൻ ആൾ. പായസവും പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ രണ്ടാമത്തെ പായസം കഴിക്കലായതുകൊണ്ട് പപ്പടമൊക്കെ തീർന്നു കേട്ടോ. അതുകൊണ്ട് പായസവും പഴവും മാത്രം എടുത്ത് മിക്സ് ചെയ്തിട്ട് അച്ഛനൊരു പിടി പിടിച്ച്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇലയിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം മൗഗിളിക്കും മേയ്ക്കും ചോറ് കൊടുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ചോറ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ പാട് നല്ല അസല് മഴയും പെയ്തു കേട്ടോ. എവിടെ നിന്നില്ലാത്തൊരു മഴ. അങ്ങനെ അവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങളൊന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും പുറത്തേക്കൊക്കെ പോയി. വീട്ടിൽ നല്ല മഴയായിരുന്നെങ്കിലും ടൗണിലേക്ക് ഒരു തുള്ളി പോലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒന്ന് കറങ്ങി ചുറ്റി വല്ലൂർക്കാവിലൊക്കെ പോയി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഡാൻസൊക്കെ കളിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളെ വിഷുവിൻ്റെ പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹാപ്പി വിഷു. പിന്നെ അടുത്ത കൊല്ലം വിഷുവിന് കാണാം. നമ്മൾ നാളെ കാണും. വിഷു അടുത്ത കൊല്ലം. ഓക്കെ.